ഒരു പ്രബലമായ ഒരു സംഘടനയിലെ ആ ഒരു സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെ എന്തുകൊണ്ട് ഇതിനെതിരെ ഈ പറയുന്ന ഇവര് രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടി മാത്രമല്ല, ഞങ്ങളുടെ സംഘടനയിൽ നിൽക്കുന്നവരല്ലല്ലോ അവര്. സമുദായത്തിൽ തന്നെ ഭാഗമായി അല്ല, അതിനകത്ത് ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ കോൺഗ്രസിലുള്ള ഈ പറഞ്ഞ സുധീരന്റെ SNDP യോഗമായിട്ട് എന്ത് ബന്ധം? പുള്ളിയുടെ മക്കളെ കല്യാണം കഴിച്ചപ്പോൾ ശാഖായോഗത്തിന് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടോ? അവിടെ കല്യാണത്തിന് പത്രിക മുറിച്ചിട്ടുണ്ടോ? അപ്പോൾ ഒരു ശാഖായോഗമായി ഒരു യൂണിയനുമായി ബന്ധമില്ല. സമുദായത്തിനകത്ത് പലരും ഉണ്ടാവും, എല്ലാ സമുദായത്തിലും. ഇപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിലും മുസ്ലിം സമുദായത്തിലുള്ള എല്ലാ സമുദായത്തിലുള്ള ആളുകളും പല അഭിപ്രായം പറയുന്നവരില്ലേ? പക്ഷെ ഞാൻ പറയും, ഞങ്ങളുടെ സംഘടനയിൽ നിൽക്കുന്ന SNDP യോഗത്തിൽ പ്രവർത്തിക്കുന്ന യൂണിയൻ്റെ യോഗത്തിൻ്റെയോ ശാഖായോഗത്തിൻ്റെയോ മൈക്രോ യൂണിറ്റോ കുടുംബ യൂണിറ്റിൻ്റെയോ ഞാൻ പറയുന്നത് 1-2 ലക്ഷമല്ല. നിങ്ങൾ ഈ പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കണം. മൈക്രോ ഫിനാൻസിനകത്ത് 12 ലക്ഷം കുടുംബങ്ങൾ നേരിട്ട് അക്കൗണ്ട് നടത്തുന്നവരാണ്. നിങ്ങൾ ഈ പറയുന്ന കള്ളം കേൾക്കുമ്പോൾ നിങ്ങളുടെ ക്രെഡിബിലിറ്റിയാണ് ആക്ച്വലി പോകുന്നത്. നിങ്ങൾ ആ സത്യാവസ്ഥ നിങ്ങൾ അവിടെ സാധാരണ ഒരു മൈക്രോ ഫിനാൻസ് ഒരു വനിതയായിട്ട് നിങ്ങൾ ചോദിക്കണം എന്താണ് നടക്കുന്നത്. ചോദിക്കും, അവർ പറഞ്ഞു തരും. അതല്ലാതെ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞു പുറത്തുനിന്ന് പറയുന്ന ആരാണ്? അങ്ങനെ പല ആരോപണങ്ങൾ പലർക്കും പറയാമല്ലോ. അതൊക്കെ വളരെ എളുപ്പമല്ലേ. ഞങ്ങൾക്കായാലും അമേരിക്കയിൽ നിന്ന് ഇംഗ്ലണ്ടിൽ നിന്നൊന്നും പണം കൊണ്ടുവന്നിട്ടല്ല SNDP റൺ ചെയ്യുന്നത്. ഞങ്ങൾക്ക് കിട്ടുന്ന സംഭാവനകൾ കൃത്യമായി ഉപയോഗിക്കാൻ കഴിഞ്ഞുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് 150 ഈ പറയുന്ന 140 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കിട്ടിയ സംഭാവനകൾ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ്. ഈ ആരോപണങ്ങൾ പറയുന്ന ആര്? ഇവർ സ്ഥിരമായി ഇത് തന്നെ പണി. ഇവർ ഇത്രയും വർഷം, ഇത് 30 വർഷമായില്ലേ, ഈ 30 വർഷമായിട്ട് എന്തുകൊണ്ട് ഏതെങ്കിലും കോടതിയിൽ ജനറൽ സെക്രട്ടറി ശിക്ഷിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും കുറ്റപത്രം അദ്ദേഹം നൽകിയിട്ടുണ്ടോ? ഇതൊന്നുമില്ല. ഒരു കാര്യങ്ങൾ പോലും ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് രാവിലെ മുതൽ കേസ് കൊടുക്കുക. SNDP തകർക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ നിന്ന് പണം വരുന്നുണ്ട്, സഹായമുണ്ട്. കാരണം ഈ സമുദായം ഒറ്റക്കെട്ടായി നിന്നാൽ രാഷ്ട്രീയമായും സാമുദായികമായും കേരളത്തിലെ പലർക്കും ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യുദ്ധം ചെയ്യും. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോളം ഇത് ശക്തമായി തന്നെ നേരിടും. ഇതൊന്നും ഞങ്ങളുടെ സംബന്ധിച്ചൊരു വിഷയമേ അല്ല. മഹേശന്റെ കാര്യമാണെങ്കിലും വ്യക്തമായ തെളിവുള്ള കാര്യം. ആരും അന്വേഷിക്കട്ടെ, ഒരു വിഷയമല്ല ഞങ്ങൾക്ക്. അത് സത്യാവസ്ഥയല്ലേ പറഞ്ഞത്? എന്ത് ഒരു മോശമായിട്ട് കള്ളനെ ഞാൻ ചോദിക്കട്ടെ, കള്ളനെ നല്ലത് എങ്ങനെ വിളിക്കും? ആര് മരിച്ചു? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈദി അമീൻ മരിച്ചു, നിങ്ങൾ ഈദി അമീൻ മഹാനായ ഈദി അമീൻ എന്ന് പറയുമോ? മഹാനായ ഈദി അമീൻ എന്ന് ആരെങ്കിലും പറയുമോ? അത് ഒരു കാര്യമുള്ള കാര്യമില്ല. കാര്യം ഞാൻ കാര്യം ചോദിക്കട്ടെ, ഈദി അമീൻ എന്തോ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പറയുന്നു എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ വളച്ചൊടിക്കാൻ നോക്കേണ്ട സഹോദരൻ. അത് വിട്. നിങ്ങൾ വളച്ച് ജനറൽ സെക്രട്ടറി പറഞ്ഞാൽ ജനറൽ സെക്രട്ടറി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. ഞങ്ങൾ അത് നിങ്ങൾക്ക് എന്ത് വേണ്ടി വ്യാഖ്യാനിക്കാം. അത് വിട്ടിരുന്നോട്ടെ. എന്റെ അടുത്ത് വേണ്ട, വിട്ടേരെ. വേറെ താങ്കൾ പറയുന്നുണ്ടല്ലോ, പിന്നെ ജനറൽ സെക്രട്ടറിക്കെതിരെ 3 പ്രധാനപ്പെട്ട ആരോപണങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അന്വേഷിച്ചു. ഒന്നാമത് മുസ്ലിം മതവിഭാഗത്തിനെതിരാണ്. അത് നൗഷാദിന്റെ മരണം, അത് കഴിഞ്ഞ ശേഷം മലപ്പുറത്തെ പ്രസംഗം. ഇതിനെങ്ങനെയാണ് അസിസ്റ്റന്റ് സെക്രട്ടറി കാണുന്നത്? തീർച്ചയായും അദ്ദേഹത്തിന്റെ പറയേണ്ട കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. കാര്യം ഒരു കാര്യം മനസ്സിലാക്കി, ഈ 2 മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഞാൻ വേദിയിലുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞത് ഇവിടെ വെച്ച് മലപ്പുറത്ത് വെച്ച് പറഞ്ഞത് വളരെ സിമ്പിൾ. കാര്യം മലപ്പുറത്ത് ഹിന്ദുക്കളിൽ വിവിധ വിഭാഗങ്ങളുണ്ട്, ക്രിസ്ത്യാനികളിൽ പല വിഭാഗങ്ങളുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചോളം അവിടെ പ്രത്യേകിച്ച് ഈ സമുദായങ്ങൾക്കൊന്നും അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല. അതുപോലെ തന്നെ അവിടെ MLA-മാരെയും MP-മാരെയും മന്ത്രിമാരെയും എടുത്താൽ അവിടെ ഒന്നും പോസ്റ്റുകളിൽ ഒരു സ്ഥലങ്ങളിലും ഇല്ല. അവിടെ എന്താ പറയുന്നത്, ത്രിതല പഞ്ചായത്ത് ഉൾപ്പെടെ ആരുമില്ല. അതിനൊക്കെയുള്ള അവസരം ഞങ്ങളിവിടെ എല്ലാവർക്കും തുല്യനീതി കിട്ടണം എന്നാണ് SNDP ജനറൽ സെക്രട്ടറി ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുകൂടാതെ ഈ പറയുന്ന കോഴിക്കോടുണ്ടായ എന്താണ്, ഒരാൾ മരിച്ചപ്പോൾ 25 ലക്ഷം രൂപ കൊടുത്തു. ബാക്കി 2 പേര് മരിച്ചപ്പോൾ 1 രൂപ കൊടുത്തപ്പോൾ ഇത് വിവേചനമാണെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ കേസെടുക്കാൻ ഈ പറഞ്ഞ സുധീരൻ അന്ന് കൊടുത്തു. അതന്ന് കോടതിയിൽ പോയപ്പോൾ കോടതി എന്താ പറയുക, ഇതെങ്ങനെ വിവേചനമാകും? ഇത് കോടതി നേരിട്ട് കണ്ടിട്ടാണ് പറഞ്ഞത്. ഇതെങ്ങനെ വിവേചനമാകും? ഇത് ഈ പറയുന്നത് ചെയ്തത് ശരിയല്ല എന്നല്ലേ അദ്ദേഹം പറഞ്ഞുള്ളൂ. ഒരിക്കലും തെറ്റല്ല എന്ന് കോടതി ഉത്തരവ് വരെ ഉണ്ടായതാണ്. ഇതാണ് സത്യാവസ്ഥ. പക്ഷേ ഇത് കാര്യം ഞാൻ ചോദിക്കട്ടെ, SNDP ജനറൽ സെക്രട്ടറി അല്ലാതെ ഈ സമുദായത്തിൻ്റെ ആവശ്യം വേണ്ടി ആര് പറയും? അത് അദ്ദേഹത്തിൻ്റെ ബാധ്യതയാണ്. അത് പറയാനുള്ള ബാധ്യത അത് അദ്ദേഹം ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ മുഴുവൻ യൂണിയനുകളും ശാഖകളും ഞങ്ങളുടെ കുടുംബ യൂണിറ്റും മൈക്രോ യൂണിറ്റും ഒക്കെ ഒറ്റക്കെട്ടായി നിൽക്കുന്നത്. ഇതാണ് സത്യാവസ്ഥ.